സോഷ്യൽ മീഡിയയിലെ മുറിവൈദ്യന്മാരെ വിശ്വസിക്കരുത്. വണ്ണം കുറയ്ക്കാൻ യൂട്യൂബിൽ കണ്ട മരുന്ന് കഴിച്ച 19-കാരിക്ക് ദാരുണാന്ത്യം. തമിഴ്നാട്ടിലെ മധുരയിലാണ് ഈ സംഭവം നടക്കുന്നത്. മധുര മീനമ്പൽപുരത്തെ കലയരസി എന്ന കോളേജ് വിദ്യാർത്ഥിനി. അവൾക്ക് 19 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഈ നരമേട്ടിലുള്ള കോളേജിലെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് അവൾ. വേൽമുരുകൻ വിജയലക്ഷ്മി ദമ്പതികളുടെ മകൾ. ശരീരഭാരം കുറയ്ക്കാൻ ബോറാക്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഒരുതരം കാരമാണ്, വെങ്കാരം എന്ന് പറയും. ഈ വെങ്കാരം കഴിക്കണം എന്നുള്ളതായിരുന്നു ഒരു യൂട്യൂബ് വീഡിയോ. അതുപ്രകാരമാണ് ആ പെൺകുട്ടി ആ വെങ്കാരം വാങ്ങിക്കഴിച്ചത്. ജനുവരി 16-ാം തീയതിയാണ് കലയരസി കടയിൽ പോയി ഈ വെങ്കാരം വാങ്ങുന്നത്. യൂട്യൂബ് വീഡിയോയിൽ കണ്ടത് അതേപോലെ അനുസരിക്കുകയായിരുന്നു ആ പാവം. അങ്ങനെ പരീക്ഷണം നടത്തി. ആ യൂട്യൂബ് വീഡിയോയിൽ കണ്ട ദൃശ്യം ഉൾപ്പെടെ പെൺകുട്ടിയുടെ വീട്ടുകാർ പുറത്തുവിട്ടിട്ടുണ്ട്. வெங்காரம் 1/2 கிராம் எடுத்துக்கணும். தேன் 1 ஸ்பூன்ல 2 ஸ்பூன் எடுத்துக்கணும். இதில் குழச்சி சாப்பிட்டாங்க அப்படின்னா உஷ்ணா இருக்கிறவர் மெலிஞ்சிருவார். தேன் என்ன பண்ணோம்னா இந்த வெங்காரத்தை உடம்புல கூட்டி போய் உஷ்ணத்தை உண்டு பண்ணும். உடம்புல தேவையில்லாத கொழுப்பு, தேவையில்லாத சதை, தேவையில்லாத அதாவது ஊழச்சதைன்னு சொல்லுவாங்க, இது எல்லாத்தையும் உருக்கி சிறுநீர் முன்பு போக வச்சிடும். சிறுநீர் அதிகம் போய் நமக்கு உடம்பு வெளிய ஆரம்பிச்சிடும். பொதுவாக உடல் இழைக்கணும்னு நினைக்கிறவங்க ஃபுல்லா இனிப்பை குறைச்சிக்கோங்க. இனிப்பு சாப்பிடாங்கன்னு சொல்ல, இனிப்பு வழக்கமாக சாப்பிடணும், அளவை குறைச்சிக்கோங்க. இனிப்பை குறைச்சி இந்த மருந்தை சாப்பிட்டோம்னு வச்சுக்கோங்களேன், மலன்னு வெயிட் குறைச்சிடும். ഈ വീഡിയോ കണ്ടാണ് ആ പെൺകുട്ടി ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി വെങ്കാരം തേടിപ്പോകുന്നത്. മരുന്ന് കഴിച്ചതിന് പിന്നാലെ ഛർദിയും വയറ്റിളക്കവും തുടങ്ങുകയാണ്. വീട്ടുകാർ അവളെ മുനിച്ചാലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. അവിടെ ചികിത്സ തേടി വീട്ടിലേക്ക് തന്നെ മടങ്ങി. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ആരോഗ്യനില വീണ്ടും മോശമായി. അങ്ങനെ മധുരയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇത്തരമൊരു സംഭവം പുറത്തേക്ക് വന്നത്. സോഷ്യൽ മീഡിയ ഉപദേശങ്ങൾക്ക് പിന്നാലെ പോവല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്ന ഒരച്ഛനെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ஆஸ்பத்திரி செத்தா ரொம்ப இறந்து போச்சு. இனிமேல் யாரும் ஈடுக்க பார்த்து தயவு செய்து எடுக்காதீங்க. என்ன மாதிரி பெற்றோருக்கு இனிமேல் யாருக்கு நிலைமை வரக்கூடாது. സ്വന്തം മകളെ നഷ്ടമായതിൻ്റെ വേദനയിലാണ് ആ അച്ഛൻ വിതുമ്പുന്നത്. നമ്മളുടെ മുന്നിൽ ഒരു മൊബൈൽ ഫോണിൽ എത്ര വീഡിയോകളാണ് ദിനം പ്രതി നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തു വരുന്നത്. അതിൽ ഭൂരിഭാഗവും ഒതൻറ്റിക് ആകണമെന്നില്ല, വിശ്വാസ്യത ഉള്ളത് ആകണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വേണം ഓരോന്ന് ചെയ്യാനെന്നുള്ളതിൻ്റെ പാഠമാണ് കലയരസി. എന്താണെങ്കിലും അവസാന നിമിഷങ്ങളിൽ അവൾ സ്വന്തം അച്ഛനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അവൾ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണേ എന്ന്. എന്നാൽ ആ പ്രാർത്ഥനകളും പ്രതീക്ഷകളും എല്ലാം അസ്ഥാനത്തായി. പെൺകുട്ടിയുടെ മരണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം പൊന്നല്ല എന്ന് ഓർത്തുകൊള്ളുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.